അവനെൻ്റെ സങ്കേതമാ, ഉറപ്പുള്ള കോട്ടയുമാ, ഇവന്റെ ബലവും സഹായകനുമാം, പാറയും വെളിച്ചവും രക്ഷയുമാ. ജീവന്റെ ബലവും സഹായകനുമാം, പാറയും വെളിച്ചവും രക്ഷയുമാ. അവനെൻ്റെ സങ്കേതമാ. ഹൃദയം നുറുങ്ങിയോർക്കാശ്വാസകൻ, മനസ്സു തകർന്നോർക്കുദ്ധാരകൻ. ഹൃദയം നുറുങ്ങിയോർക്കാശ്വാസകൻ, മനസ്സു തകർന്നോർക്കുദ്ധാരകൻ. കഷ്ടപ്പെടുന്നോർക്കു അടുത്ത തുണ, എളിയവർക്കു ന്യായപാലകൻ. കഷ്ടപ്പെടുന്നോർക്കു എളിയവർക്കു ന്യായപാലകൻ. അവനെൻ്റെ സങ്കേതമാ. അധ്വാനിക്കുന്നോർക്കു സഹായകൻ, ഭാരം ചുമപ്പോർക്കു കൈത്താങ്ങവൻ. അധ്വാനിക്കുന്നോർക്കു സഹായകൻ, ഭാരം ചുമപ്പോർക്കു കൈത്താങ്ങവൻ. വിശക്കുന്നോർക്കു ജീവനപ്പം, ദാഹിക്കുന്നോർക്കു പാനപാത്രം. വിശക്കുന്നോർക്കു ജീവനപ്പം, ദാഹിക്കുന്നോർക്കു പാനപാത്രം. അവനെൻ്റെ സങ്കേതമാ. ഉറപ്പുള്ള കോട്ടയുമാ, ജീവന്റെ ബലവും സഹായകനുമാ, പാറയും വെളിച്ചവും രക്ഷയുമാ. ജീവന്റെ ബലവും സഹായകനുമാ, പാറയും വെളിച്ചവും രക്ഷയുമാ. അവനെൻ്റെ സങ്കേതമാ. യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വിശ്വാസികൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ചരക്ക് കപ്പൽ ആഫ്രിക്കൻ തീരത്തുകൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അതിലെ ജോലിക്കാർ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പലരും വളരെ കർക്കശക്കാരുമായിരുന്നു. ഒരു ദിവസം അവർ വളരെ മോശമായി പെരുമാറുകയും ഒരു വിപ്ലവത്തിന് ഒരുങ്ങുകയും ചെയ്തു. ആ പ്രഭാതത്തിൽ അവരിൽ ചിലർ സംഘടിച്ച് നിവേദ സംഘവുമായി ക്യാപ്റ്റൻ്റെ അടുക്കലെത്തി. ആ ദിവസം ഞായറാഴ്ച ആയതിനാൽ ക്യാപ്റ്റൻ അവധിയിലായിരുന്നു. അവർ ക്യാപ്റ്റനെ കാണുവാൻ മുറിയിൽ ചെന്നപ്പോൾ വളരെ ശാന്തനായി തുറക്കപ്പെട്ട ബൈബിളിന് മുമ്പിൽ മുട്ടിന്മേലിരുന്ന് ദൈവവചനം ധ്യാനിക്കുകയായിരുന്നു. സന്ദർഭം വളരെ മോശപ്പെട്ടതും ജോലിക്കാരുടെ ലക്ഷ്യം തന്നെ വധിക്കുകയുമായിരുന്നു. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ക്യാപ്റ്റന്മാർ തോക്കിൻ്റെ മുന കൊണ്ടാണ് ഉത്തരം നൽകാറുള്ളത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ നില തികച്ചും വ്യത്യസ്തമായിരുന്നു. തൻ്റെ കയ്യിൽ ആയുധമൊന്നും ഇല്ലെങ്കിലും യാതൊരു ക്ഷോഭവും കൂടാതെ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് കർത്താവിൻ്റെ ദിവസമാണ്, അതുകൊണ്ട് നിങ്ങളുടെ പരാതി സ്വീകരിക്കാൻ സാധ്യമല്ല. നാളെ ഞാൻ സ്വീകരിക്കാം. അവിടെ വലിയ ശാന്തതയുണ്ടായി. ജോലിക്കാർ മടങ്ങിപ്പോവുകയും ചെയ്തു. ആയുധങ്ങൾ നിമിത്തമല്ല, ആ ക്യാപ്റ്റൻ്റെ ധൈര്യം അവരെ വിസ്മയിപ്പിച്ചു. അങ്ങനെ യാതൊരു വിഷമവും കൂടാതെ കപ്പൽ തുറമുഖത്തെത്തുകയും ചെയ്തു. ക്യാപ്റ്റൻ്റെ വിജയരഹസ്യം നാട്ടിൽ വെച്ച് ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിച്ചറിഞ്ഞതിനാലാണ് പോയിടത്തൊക്കെയും ദൈവത്താൽ ധൈര്യപ്പെടുവാനിടയായിട്ടുള്ളത്. യഹോവ യോശുവയോട് പറഞ്ഞത് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാക്യം 4-5. നിൻ്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിൻ്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് ആവർത്തനം 31:6 പറയുന്നുണ്ട്. ബലവും ധൈര്യമുള്ളവരായിരിപ്പീൻ, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയരുത്. നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ പോരുന്നതുകൊണ്ട് അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദാവീദ് രാജാവ് ശലോമോനോട് പറഞ്ഞത് 1 ദിനവൃത്താന്തം 28:20 ബലവും ധൈര്യവും കൊണ്ട് പ്രവർത്തിച്ചു കൊള്ളുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയരുത്. യഹോവയായ ദൈവം തന്നെ നിന്നോടുകൂടെ ഉണ്ട്.
ഗിദെയോനോട് ദൈവം പറഞ്ഞത്, മിദ്യാനരുമായി യുദ്ധത്തിന് പോകും വേളയിൽ ഭയവും ഭീതിയുള്ളവർ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞു. ബാല്യക്കാരനായ പൂര ധൈര്യം കൊണ്ട് മിദ്യാനയുടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴൽകീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. 91 സങ്കീർത്തന ദൈവമക്കൾക്കുള്ള ദൈവത്തിൻ്റെ ഉറപ്പും വാഗ്ദത്തങ്ങളുമാണ്. അമാലേക്കർ സിക്ലാഗ് ആക്രമിച്ച് ജയിച്ച് തീ വെച്ച് ചുട്ടുകളഞ്ഞു. മാത്രമല്ല, അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി. ദാവീദിൻ്റെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൻ്റെ കുടുംബത്തോടും അമാലേക്കരോടും അപ്രകാരം ചെയ്തതിനാൽ അവരും വ്യസനിച്ച് ദാവീദിനെ കല്ലെറിയണമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഫറവോൻ്റെ സൈന്യങ്ങൾ മോശയും ജനത്തെയും പിന്തുടർന്ന് ചെങ്കടലിൻ്റെ തീരത്തോടടുക്കാറായപ്പോൾ ജനങ്ങൾ മോശയ്ക്കെതിരെ സംസാരിച്ചു. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുകയും. പ്രിയ ശ്രോതാക്കളെ, മേൽപ്പറയപ്പെട്ട സംഭവങ്ങളുടെ ഒരു രത്നം ചുരുക്കം മാത്രമേ ഞാൻ ഓർപ്പിച്ചുള്ളൂ. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള അത്ഭുത പ്രവൃത്തികൾ ഓർക്കുമ്പോൾ നാം ദൈവത്തെ എത്രമാത്രം സ്തുതിക്കേണ്ടതാണ്. ആ ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. എല്ലാവരുടെയും സാരം നാം മനസ്സിലാക്കണം. ഒന്നാമത്, ദൈവത്തെ നാം ആഴമായി വിശ്വസിക്കണം. മാത്രമല്ല, ദൈവത്തിൽ നമ്മൾ ആശ്രയം വയ്ക്കണം. പ്രതിസന്ധികളുടെ നടുവിലാണ് നാം സാധാരണ ദൈവത്തിൽ കൂടുതൽ ആശ്രയം വയ്ക്കുന്നത്. എന്നാൽ ദൈവാശ്രയം കുറഞ്ഞു പോകാതെയും വീണ്ടെടുപ്പുകാരനെ ഉപേക്ഷിക്കാതെയും യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുകയും ചെയ്യുന്നുവെങ്കിൽ അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നൽകി തരും. ആകയാൽ ഉറപ്പും ധൈര്യമുള്ളവരായി നിൽക്കുന്നുവെങ്കിൽ യോശുവയോട് പറഞ്ഞതുപോലെ നമ്മോടും പറയും, നിൻ്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിൻ്റെ നേരെ നിൽക്കുകയില്ല. ഇതിൽ കൂടി ഉറപ്പ് ലോകത്തിൽ ആർക്ക് തരാൻ കഴിയും? അതിനായി ദൈവങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.